ഗായ്സ്, അപ്പോൾ ജയ്പൂരിൽ രണ്ടാമത്തെ ദിവസമാണിത്. ഞാൻ എന്താ സെറ്റായിട്ട് റെഡി ആയിട്ട് ഇവിടെ സുന്ദരിയായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ആംബർ ഫോർട്ടിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. ഞാൻ രാവിലെ എങ്ങോട്ടും പോയില്ല. രാവിലെ ഫുൾ റെസ്റ്റ് ആയിരുന്നു, ഉറങ്ങുമായിരുന്നു. കാരണം ഞാൻ നല്ല ടയേർഡായിരുന്നു ഇന്നലെ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ആംബർ ഫോർട്ടിൽ പോകണം. അവിടുന്ന് അത്യാവശ്യം സൈറ്റ് സീയിങ് ഒക്കെ നല്ലോണം ഉണ്ട്. അവിടെ മെയിൻ അട്രാക്ഷനാണ്. ജയ്പൂരിൽ വന്ന് ആംബർ ഫോർട്ട് മിസ് ചെയ്യരുതെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ആംബർ ഫോർട്ട് പോകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അങ്ങനത്തെ പ്ലാനിട്ട് നിൽക്കുക. വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള എനർജി എനിക്കത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി മിഡ് നൈറ്റാണ് എനിക്ക് ഡൽഹിക്ക് ട്രെയിൻ ഉള്ളത്. ഓവർനൈറ്റ് ട്രെയിനാണ്. ഞാൻ രാവിലെ അവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എത്തും. പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഉച്ച വരെ അവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് ഡൽഹി എനിക്ക് കറങ്ങാമെന്ന് വയ്യ. അപ്പോൾ ഇന്നിപ്പോൾ രാജസ്ഥാനിൽ ഞാൻ നിന്നിട്ട് ആംബർ ഫോർട്ട് കറങ്ങുമായിരിക്കും. പിന്നെ 2-3 ഫുഡ് സ്പോട്ട്സും പോയിട്ട് അങ്ങനെ നിർത്തുമായിരിക്കും. ഞാൻ വലുതായിട്ട് കറങ്ങാൻ നിൽക്കുന്നില്ല. കാരണം മൂക്കുന്നൊക്കെ രാവിലെ നല്ലോണം ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ ക്ലൈമറ്റ് ഇത്രയും -ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് ഇത്രയും ചൂടിലേക്ക് വന്നതും അങ്ങനെ ക്ലൈമറ്റിക് ഇഷ്യൂ കാരണം ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. വലിയ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ല പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷേ ചെറിയ ഇങ്ങനത്തെ സിംറ്റംസ് ഉള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഇതാവുന്നില്ല. പക്ഷെ എന്തായാലും ഇന്ന് ആംബർ ഫോർട്ട് പോയിട്ട് പിന്നെ ബാക്കി എങ്ങോട്ടേലും പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ജയ്പൂരിൽ മാഡ് പാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിലാണ്. അടിപൊളി ഹോസ്റ്റൽ, ലൈക്ക് വേർത്തിട്ടാണ് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നത്. ഞാനൊരു 300 റുപ്പീസിനാണ് ബുക്ക് ചെയ്തത്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഏർലി ചെക്ക് ഇൻ ചെയ്യേണ്ടി വന്നപ്പോൾ അതിൻ്റെ 40% 120 റുപ്പീസ് 125 റുപ്പീസ് ഒന്നും ഞാൻ എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ബെഡും നല്ല ബ്ലാങ്കറ്റും നല്ല ബാത്റൂം ഫെസിലിറ്റിയും പിന്നെ അത്യാവശ്യം ഹവാമഹലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡോമിറ്ററി എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനായിരിക്കും. സോ യാ, സീ യു ഗായ്സ്. അപ്പോൾ നമ്മൾ ആംബർ ഫോർട്ടിലെത്തി. അങ്ങോട്ട് ടാക്സിയിലേക്കാണ് വന്നത്. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഉള്ളിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ശരിക്കും മറ്റേ ബാഹുബലിയുടെ സിനിമയിൽ വന്ന പോലെ ഉണ്ട് ഗൈസ്. എന്ത് വലിയ സ്ഥലമാണെന്ന് അറിയുന്നത്. ലൈക്കൊരു ടോപ്പാണ് ആക്ച്വലി. ഒരു ഹില്ല് കയറി വന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വലിയ കൊട്ടാരം പോലെ കുറേ സ്ഥലങ്ങൾ. നല്ല രസമുണ്ട്. ഇതാട്ടോ എൻട്രൻസ്. ഓ, ഇറ്റ്സ് വെരി മാജിക്കൽ, വെരി നൈസ്. വാവ്, നല്ല രസമുണ്ട്. ശരിക്കും ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ കേട്ടോ. നമുക്ക് അവിടെ കുറേ സ്റ്റെയേഴ്സൊക്കെ കണ്ട അതതിൻ്റെ ടോപ്പിൽ അതിൽ അങ്ങോട്ട് നടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെയുണ്ട് അതുപോലെ. ഇതൊക്കെ ഈ ഒരു സ്ഥലം മൊത്തം അങ്ങനെ ഒരു ഫോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. വാവ്. So this palace completed that time 3 Hindu kings, 3 generation. First king Maharaja Man Singh, second king Maharaja Jai Singh, and last person Savai Jai Singh. Okay. First king Maharaja Man Singh construction started this palace 1589 and complete total palace 1727. So approx 138 year complete this building. Okay. And before the Jaipur city, it is capital of Jaipur, old Jaipur city. Oh. Okay. And front side is the Aravalli mountain hills. It's a world largest third number wall. You know, first number Great Wall of China. In second number in Udaipur, Rajasthan, Kumbhalgarh Fort, Kumbhalgarh. And it's a third number. Okay. It's a rounded 12 kilometers. Because see on top there watchtower everywhere. Those days living there soldiers for the protection. That time have any kind of, because it's famous for the Rajasthan state in Jaipur city. And 16 in the middle white marble. Okay. It's a single piece up to down, but that time decorated by the hand. ഗൈസ്, അപ്പോൾ നമ്മളുടെ അടുത്തൊരു ഗൈഡ് ഉണ്ട്. അപ്പോൾ ആൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എങ്ങനെയൊക്കെയാണ്. അപ്പം ഇവിടുത്തെ കിങ് ആൻഡ് ക്വീൻ നിന്നിരുന്ന സ്ഥലവും പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ലൈക്ക് നോർമൽ പീപ്പിൾ ഓരോ സെലിബ്രേഷൻ ചെയ്യുന്നത്. അതിൽ നമുക്കൊരു ഗൈഡ് ഉണ്ട്. ആൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. എന്നിട്ട്
ഈ ഓരോ ഡീറ്റെയിലിംഗ് ഓഫ് വർക്ക് എങ്ങനെയാണ് അത് വന്നത്. അതായത് ക്വീൻ വന്നിട്ട് ഹിന്ദുവും കിങ് വന്നിട്ട് അക്ബറും ആയിരുന്നു. അപ്പോൾ ഒരു മുഗൾ പ്ലസ് ഹിന്ദു കൈൻഡ് ഓഫ് മിക്സ്ചറുള്ള ആർക്കിടെക്ചറാണ് ഇവിടുത്തെ വാളിലും പില്ലേഴ്സിലും എല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ് ഗൈഡ് പറയുന്നത്. പിന്നെ ശരിക്കും ആ ഗൈഡിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലിറ്ററലി വി ക്യാൻ വിഷ്വലൈസ് പണ്ട് എങ്ങനെയായിരുന്നു ഇവിടെ എന്നൊക്കെ. അന്നത്തെ കാലത്ത് അവർ ഇത്രയും ഒക്കെ ചെയ്യണമെങ്കിൽ, അതും ഒരു പിൻട്രസ്റ്റും ഒരു റെഫറൻസും ഒന്നും ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ, ഓ മൈ ഗോഡ്, ഇൻസെയിൻ. Do the king judgment here. 27 ministers sitting inside and do the paperwork. Oh my god. Also the very nice. Wow. उस टाइम तो ये इतना नहीं था, आया था 5 साल पहले. वो मेल भी करता है वो hot water and some say you put cold water. Okay. Then boiled water outside geyser. तो बात हुआ था. Okay. And the storing side. After by the whole year hot water and cold water mix. And after the channel. Oh, this is jacuzzi. Jacuzzi there. So the channel pass inside the jacuzzi. Okay. King and queen bath there. After bath, stand there and take some light for the body. Okay. After room, you put your body massage room. Okay. And next one is for the dressing room. Dressing room. Changing. Okay. But that time not date everyone. That time covered the. ഈ കാണുന്നതിൻ്റെ പേര് കണ്ണാടി പാലസ് എന്നാണ്. അത് കണ്ണാടി പാലസ് എന്ന് തന്നെയാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. ഐ തിങ്ക് സംതിങ് ലൈക്ക് സൗത്ത് റിലേറ്റഡ് ആരോ പേരിട്ടതാണ്. ഫുള്ള് മിറേഴ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ വോള് മൊത്തം ഒരു റിയൽ ലൈഫ് പാലസിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും എന്താ പറയുക, ഫീലിംഗ് ലൈക്ക് ക്വീൻ. ഗായ്സ് നോക്ക്, എന്ത് ഭംഗിയുള്ള ഗാർഡനും ആർക്കിടെക്ചറും സംഭവങ്ങളൊക്കെയാണ്. നല്ല രസമല്ലേ. ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കട്ടെ. നമുക്ക് ഗൈഡ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞുതരാൻ. അപ്പോൾ ഗൈഡിനെ കൊണ്ട് ഞാൻ ഇതൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ എടുപ്പിക്കും. ഗായ്സ്, ഇവിടുത്തെ രാജാവിന് 12 ഭാര്യമാരുണ്ടായിരുന്നു. ഓരോ ഭാര്യമാർക്കും ഓരോരോ ഇങ്ങനത്തെ എന്താ പറയുക സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ അവർ അവിടെ നിന്ന് അത്ര നോക്കുക. അപ്പോൾ ഈ 12 ഭാര്യമാരുണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ 12 ഇവർ ആസ്ട്രോളജി ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ് അത്ര. അപ്പോൾ ഇവിടെ 12 സൈൻസ് ഉണ്ടാവുമല്ലോ, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, അങ്ങനെ. അപ്പോൾ അങ്ങനെ 12 കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കിങ്ങിനുള്ള നെഗറ്റിവിറ്റി കുറയും. അപ്പോൾ ഈ പ്ലേസ് അത്രയും നല്ലതാവും എന്നൊക്കെ ബിലീവ് ചെയ്തിട്ട് അവർ ചെയ്തതാണ് 12 ഭാര്യമാർക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളായി കാണുന്നത്. എന്താല്ലേ ഓരോരോ വിശ്വാസങ്ങൾ. എന്ത് ഹാപ്പി വൈബാന്നറിയാം ഇവിടെ. എല്ലാവരും ഭയങ്കര പാട്ടും എൻജോയ്മെൻറ്റും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ വന്ന് കളിച്ചിട്ട് ഇതൊക്കെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും വാങ്ങുന്നില്ല. ശരിയാവില്ല. ഈ ഡ്രസ്സൊന്നും ഉണ്ടല്ലോ. भवानी सिंह है. हाँ, भवानी सिंह है, जो इनका भी मैटर भी चल रहा है, दोनों का ब्रदर एंड सिस्टर. ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഗൈസ്. ഇവനാണ് ഇപ്പോഴത്തെ ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ജയ്പൂരിലെ कैप्टन ऑफ द पोलो प्लेयर.
हाँ पोलो टीम पोलो टीम है ना ഇപ്പോഴത്തെ കിങ് ആണിത്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടു കഴിഞ്ഞാലൊന്ന് and she is last queen of this palace. ലാസ്റ്റ് ക്വീൻ ഓഫ് ദ പാലസ്. She is very beautiful. She win the award for the top 10 beautiful lady in the world. ഓക്കെ ഓക്കെ ഓക്കെ. And on top ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. സ്ഥലം കണ്ടോ? കുറേ നടന്നു, കുറേ സ്ഥലങ്ങൾ കണ്ടു, കുറേ നേരം ഇവിടെ ഇരുന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇവിടെ കുറേ പാട്ട് പപ്പറ്റ് ഷോ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമീർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും വലിയ ഫോർട്ടാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇതിനെക്കാട്ടിലും വലിയ ഫോർട്ട്സ് ഉണ്ട് രാജസ്ഥാനിൽ. ശരിക്കും രാജസ്ഥാൻ ഇപ്പോഴും എന്താ പറയുക, കുറച്ച് കിങ് കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പോഴും പ്രസൻറ്റ് കിങ്ങൊക്കെ ഉണ്ട് ഇപ്പോഴും ഇവർക്ക്. ഇത് കണ്ട ഇവിടെ ബോട്ടിങ്ങും ഗാർഡൻ ഏരിയ അതൊക്കെ ഉണ്ട്. ഏരിയയൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ലൈക്കൊരു പാലസ് ഫീൽ തന്നെ കിട്ടി. നമ്മൾ ജയ്പൂർ വരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആട്ടോ അമർ ഫോർട്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ജൽമഹലിലേക്കാണ്. പോകുന്ന വഴി തന്നെയാണ് ജൽമഹൽ. അപ്പം ഞാൻ എൻ്റെ ക്യാബ് ബുക്ക് ചെയ്ത ആളോട് ഇവിടെ നിർത്താൻ പറഞ്ഞു, ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇറ്റ്സ് സിറ്റുവേറ്റഡ് സെൻറ്റർ ഓഫ് വാട്ടർ, ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എസ് ജൽമഹൽ. ഇവിടെ ഇങ്ങനെ രാജസ്ഥാനി എന്താ പറയുക ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ വയ്യ. നോക്കി നല്ല രസമുണ്ട്. I am loving Jaipur. ജയ്പൂരിൻ്റെ കൾച്ചർ, ട്രഡീഷൻസ്, കളേഴ്സ്, പിന്നെ എന്താ പറയുക എസ്തെറ്റിക്സ്, എവ്രിതിങ് ഇസ് ലൈക്ക് റിയലി നൈസ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എസ്തെറ്റിക്സ് സാധനങ്ങൾ. ഇങ്ങനത്തെ ആ ഒരു സ്റ്റോൺ വർക്കും മിറർ വർക്കും ഇവരുടെ പ്രത്യേകതരം ജെമ്മും സ്റ്റോണും എല്ലാം കൂടെ നല്ല രസമുണ്ട്. സോ ജൽമഹൽ കണ്ടിട്ട് നമ്മൾ കുറച്ചേരം ഇവിടെ നിന്നിട്ട് പിന്നെ ക്യാബ് എടുത്ത് ഹോസ്റ്റലിൽ പോകാനാണ് തീരുമാനം. വയ്യ ഗൈസ്, ചെവിയൊക്കെ വേനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ കമ്മലൊക്കെ ഊരി വെച്ച്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൻ്റെ അവിടെ എത്തി. ഇനി പോയിട്ടൊന്ന് ഫ്രഷായിട്ട്, ഇന്ന് രാത്രി ട്രെയിനുണ്ട്, വേറെ അങ്ങോട്ടും പോകുന്നില്ല. ഒന്ന് കുളിച്ച് റെഡിയായി സെറ്റായി ജയ്പൂർ രാത്രി കാണാൻ. നമ്മളിപ്പോൾ ഹോസ്റ്റലിൻ്റെ റൂഫ് ടോപ്പിലാണുള്ളത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു കഫേ വൈബൊക്കെയാണ്. ഇവിടെ ഫുഡും ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ നിന്നൊന്നും കഴിച്ചില്ല. ഞാനിനി റെയിൽവേ സ്റ്റേഷനിൽ ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങും. എൻ്റെ ട്രെയിൻ 12:30-ക്കാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള സ്കീമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല രസമില്ല ഇവിടുത്തെ വൈബ്. ഐ റിയലി ലൈക്ക് ദ ഹോസ്റ്റൽ ആൻഡ് ഹോസ്റ്റൽ വൈബ്സ് ആൻഡ് ലൊക്കേഷനും എല്ലാം ജസ്റ്റ് പെർഫെക്റ്റ്. സോ നമ്മൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തു. സാധനങ്ങളൊക്കെ എടുത്ത് രാത്രി 11 മണിയായി. അപ്പോൾ 11:30 അപ്പോൾ ലാസ്റ്റായിട്ട് ഞങ്ങളൊരു ബിൽഫി കഴിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് അടുത്ത് തന്നെ കട. അവരെന്നെ യാത്രയാക്കി. എങ്ങനെയാണെന്ന് അറിയില്ല, ഈ പെട്ടെന്ന് കണ്ടുന്ന ആൾക്കാരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നതും പെട്ടെന്ന് ബായ് പറയുമ്പോൾ ഒരു വേദന, അതൊക്കെ എനിക്ക് അറ്റാച്ച്മെൻറ്റ് ചെയ്തുള്ളതാണോ എനിക്കറിയില്ല. എസ്പെഷ്യലി എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഐ തിങ്ക് ദേ ആർ ഓൾസോ സാഡ്. അവരെന്നോട് കുറേ പറഞ്ഞു, ലൈക്ക് ഇന്ന് പോകണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ, നമുക്കിവിടെ ശരിക്കും ഒന്ന് കണ്ടിട്ടൊക്കെ പോവാ.
ഉമ്മ ആ ശരിക്കൊന്ന് കണ്ടിട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു, വെച്ചിട്ട് കാര്യമില്ല. ഒരുമാതിരി റാഷ് ഡ്രൈവിങ് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് ട്രെയിൻ കയറി ഡൽഹി പോട്ടെ. ഡൽഹി പോയിട്ട് നാട്ടിൽ പോട്ടെ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഗായ്സ്, അപ്പോൾ ഞാനുള്ളത് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ 3rd AC വെയിറ്റിംഗ് ഹാളിലാണ്. കാരണം എൻ്റെ ട്രെയിന് 1 മണിക്കൂർ ഡിലേ ആണ്. ട്രെയിൻ വരാൻ 1:30 തോന്നുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ട്രെയിനിൽ കയറി. 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നത്. എൻ്റെ സ്ഥിരം സെറ്റപ്പ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു. ഭാഗ്യത്തിന് കിട്ടുന്നതൊക്കെ സൈഡ് ലോവർ ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് Jaipur was really good. I'll come back again.